ഇപ്പോൾ ഇവിടെ നമ്മുടെ സെന്ററിൽ ടീനേജ് കൗൺസിലിംഗ് ക്ലിനിക് ഉണ്ട്, അല്ലെങ്കിൽ ബ്രെയിൻ ആൻഡ് മൈൻഡ് സെന്റർ. അപ്പോൾ ഈ വലിയ കുട്ടികളിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ അതിൽ വന്നൊരു ചെറിയ സംഭവമാണ്, ഒരു കുട്ടി വന്നപ്പോൾ അത് പറഞ്ഞു ഈ ഡിപ്രഷൻ ആണ്, ആ കുട്ടി ചെറിയ ഡിപ്രസ്ഡ് ആണ്, സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചു എന്ത് പറ്റി. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് പറഞ്ഞു മുഖത്ത് ഭയങ്കര പിമ്പിളായിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പാടാ, കോൺഫിഡൻസ് ഇല്ല, സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല, എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും പിമ്പിള്. അങ്ങനെ വന്നപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു അമ്മയോടൊന്നും പറഞ്ഞില്ലേ. അന്നേരം പറഞ്ഞു അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ശ്രദ്ധിക്കത്തില്ല, വൈകിട്ടില്ലും അമ്മ സീരിയൽ കാണുമായിരിക്കും, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്, ഞാൻ കയറി കിടന്ന് ഉറങ്ങും. പിന്നെ ഓൺലൈനിലും ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന കുറെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് അത് പിന്നെ അത് വേഴ്സ് ആയി. ഇപ്പൊ ചുമ്മാ ഞാനിങ്ങനെ ചോദിച്ചു മോളുടെ പീരീഡ്സ് ഒക്കെ റെഗുലർ ആണോ, മന്ത്ലി പീരീഡ്സ് ഒക്കെ ഇല്ല, ഇപ്പൊ 2 months ആയി പീരീഡ്സ് വന്നു. അമ്മയോട് പറഞ്ഞില്ലേ, അമ്മ ഒന്നും അന്വേഷിക്കാറില്ല, ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയാറില്ല. പിന്നീടാണ് നമ്മള് ഈ കുട്ടിയോട് പറഞ്ഞു ഇത് ഇങ്ങനൊരു റീസണും കൂടെ അതിന്റെ പുറകിൽ ഉണ്ടാവാം. അതായത് ഈ പിമ്പിൾസ് എന്ന് പറയുന്നത് ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് മാത്രമല്ല, വേറെ പല റീസൺസ് കൊണ്ടും നമുക്ക് ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ കൊണ്ടാവാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിന് അവരുടെ മെറ്റബോളിക്, ഇപ്പൊ PCOD എന്ന് പറഞ്ഞ കാര്യം പോലും അവർ റിവൈസ് ചെയ്തിട്ട് PMOD എന്നൊക്കെ ആക്കിയിട്ടുണ്ട്, പോളി മെറ്റബോളിക്. അതായത് മെറ്റബോളിക് റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും ഉണ്ട്. അപ്പോൾ ഒരു അമ്മ അറ്റ്ലീസ്റ്റ് ഒരു 15 വയസ്സാവുന്നത് വരെ, പണ്ടൊക്കെ 15 വയസ്സിലാണ് ഒരു കുഞ്ഞിന് പീരീഡ്സ് ആവുന്നത്, ഇപ്പൊ 8-9 വയസ്സിൽ ഈ കുട്ടിക്ക് പീരീഡ്സ് ആയിട്ട് അറ്റ്ലീസ്റ്റ് മോളെ നിനക്ക് എല്ലാ മന്തിലും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇത് ഡിലേ ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. സ്ട്രെസ് ഉണ്ടാവാം, അതുപോലെ ഈ PCOD പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവും, ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവും, കുട്ടികളുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് അങ്ങോട്ട് പോയി കഴിയും തോറും ഇതൊക്കെ വേഴ്സ് ആയി അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഗേൾസ്, അവർക്ക് ശരിക്കും പറഞ്ഞ ദിവസവും വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് നേരം മോളെ എന്തോ ഉണ്ട്, അറ്റ്ലീസ്റ്റ് അവർക്ക് മന്ത്ലി ഉള്ള അവരുടെ ജീവിതത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ഒരു കാര്യമാണ് പീരീഡ്സിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുണ്ടോ, വരുന്നുണ്ടോ, നമ്മൾ അതിനെങ്കിലുമൊക്കെ സമയം കണ്ടെത്തേണ്ടേ. അവസാനം നമ്മൾ ആ മദറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ റീസൺ ഉണ്ട്, അത് ഡോക്ടറെ പോയി കാണണം, ഇന്ന ടെസ്റ്റുകൾ അവർ പറഞ്ഞു തരും, ഇത് ചെയ്യണം എന്നൊരു അമ്മയെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പൊ അമ്മ പറഞ്ഞത് മാം അതെന്റെ ഇഗ്നോറൻസ് കൊണ്ടാണ്, എനിക്കത് അറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യണം, മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് അതിന്റെ സൈഡ് ഇഫക്ട്സ് ആൻഡ് ആഫ്റ്റർ ഇഫക്ട്സും അനുഭവിക്കുന്നതാരാ, ഈ കൊച്ചാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞ വേറൊരു കാര്യം, അവരുടെ ക്ലാസ്സിലെ പല കുട്ടികൾക്കും ഈ ഇറഗുലർ പീരീഡ്സ്, ഇവർ തമ്മിൽ ഇത് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും, അപ്പൊ ഞാൻ ചോദിച്ചു ഇവരുടെ ആരുടെയും മദേഴ്സ് അത് അന്വേഷിക്കാറില്ല. ഇല്ല, അവരൊക്കെ അത് നോർമലായിട്ട് തന്നെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും ഇത് ഈ പിമ്പിളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യം പോലും ചിന്തിക്കാഞ്ഞത്. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നമ്മൾ മദേഴ്സ് ശരിക്കും, അത് കൊച്ചു എത്ര 10-12 വർഷം ഈ ലോകത്ത് ജീവിച്ചൊരു കുഞ്ഞാണ്, നമ്മളോ 10-40 വർഷമെങ്കിലും ആ ഒരു കൊച്ചു കുഞ്ഞ് ഇൻഡിപെൻഡന്റ് ആവുന്നവരെ, അവർ ഫിസിക്കലി മെന്റലി ഇമോഷണലി അവർ സ്റ്റേബിൾ ആവുന്ന ഒരു പ്രായം വരെ, ആണായാലും പെണ്ണായാലും ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും പേരൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടണം, ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ, പേരൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ.